കേരളത്തെ ആകെ ഞെട്ടിച്ച വലിയൊരു ദുരന്തമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരുക്കവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോഴും അനുഭവിക്കുന്നു. ആ ദുരന്തത്തിനിടയായ കാര്യങ്ങൾ ഉൾപ്പെടെയെല്ലാം സമഗ്രമായ അന്വേഷണം വേണം എന്ന് ഇന്നലെ തന്നെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ പൊതുവെ ജനങ്ങളാകെയും ആവശ്യപ്പെട്ടിട്ടുള്ള ഒന്ന്. ആ അന്വേഷണം നടക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. 14 പേരാണ് പൂർണ്ണമായ തിരിച്ചറിയൽ ആയിട്ടില്ലെങ്കിലും മരണപ്പെട്ടു എന്നിപ്പോഴും കാണുന്നത്. 13 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിൽ ചിലരുടെ നില വളരെ ഗുരുതരമാണ്, പരിക്കുകൾ എന്നും ഔദ്യോഗികമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ ആവേശത്തോടുകൂടി വെടിക്കെട്ട് കമ്പമുള്ള സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയാണ് ഇതിൽ ഉൾച്ചേർന്നിട്ടുള്ളത്. സാധാരണ ഏതെങ്കിലും രീതിയിലുള്ള ജോലിക്ക് അവർ തന്നെ നിശ്ചയിച്ച തൊഴിലാളികൾ എന്ന രീതിയിൽ മാത്രമുള്ളതല്ല ഇത്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വശം. ഈ വെടിക്കെട്ട് കമ്പക്കാർ സ്വാഭാവികമായിട്ടും ഇതിൽ ചേരുന്നുണ്ട്. പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ രീതികളും ആളുകളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള വെടിക്കെട്ടിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ഔട്ടുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവരും ഇതിൻ്റെ അകത്ത് ആവേശകരമായി പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ പങ്കെടുത്തവർ ഉൾപ്പെടെയാണ് മരണപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ അവിടെ തൊഴിലാളികളായിട്ട് ജോലി ചെയ്യുന്നവർ മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട വെടിക്കെട്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിനെ സഹായിക്കാൻ പോയ ഇതൊക്കെ വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വെടിക്കെട്ട് കമ്പുള്ള നല്ല ചെറുപ്പക്കാർ, കുശലന്മാരായ ചെറുപ്പക്കാർ, അവർ കുടുംബസമേതം ഉൾപ്പെടെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിലുള്ളവരാണ് പലരും മരിച്ചുപോയത്. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടങ്ങളെല്ലാം നിലനിൽക്കുന്ന ഈ സന്ദർഭത്തിൽ സംസ്ഥാന ഗവൺമെൻറ് എങ്ങനെയാണ് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുക എന്നുള്ള പ്രശ്നം കൂടി ചേർത്തുകൊണ്ടാണ് ഗവൺമെൻറ് അത്തരത്തിലുള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കാതിരിക്കുന്നത്. തീർച്ചയായും ഇവർക്ക് ഇവരുടെ കുടുംബത്തിന് സഹായം നൽകുക എന്നുള്ളത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പൊതുവായ സമീപനം തന്നെയാണ്. ആ സമീപനം ഇതിലും തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്ന ഈ സന്ദർഭത്തിൻ്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ ഇവരെല്ലാം നേതൃത്വം നയിച്ചുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണയോടുകൂടി മാധ്യമങ്ങളെല്ലാം ചേർന്ന് നടത്തിയ ഒരു ദുരിതാശ്വാസ പ്രവർത്തനം തന്നെ നമുക്ക് പറയാൻ കഴിയും. മാതൃകകളില്ലാത്ത രീതിയിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനമാണ്. സംഭവം 3 മണി അടുത്ത് തുടങ്ങിയപ്പോൾ, സ്ഫോടനം ആരംഭിച്ചപ്പോൾ അപ്പോൾ തന്നെ പത്രപ്രവർത്തകർ ഉൾപ്പെടെ എത്തുന്നുണ്ട്. പക്ഷേ അവർക്കാർക്കും അങ്ങോട്ട് അടുക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു. രക്ഷാപ്രവർത്തകർക്കും അങ്ങോട്ട് അടുക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത്. ഒരു വല്ലാത്ത അവസ്ഥ അഭിമുഖീകരിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കണ്ടു നിൽക്കുന്ന വാർത്തകൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഒരു വല്ലാത്ത പ്രയാസമുള്ള ദിവസമായിരുന്നു ഇന്നലെ. കാരണം മനുഷ്യനവിടെ കത്തി തീരുക, ഒരു രക്ഷാപ്രവർത്തനത്തിനും ഒരു 2-2.5 മണിക്കൂർ സമയത്തേക്ക് അടുത്ത് പോകാൻ സാധിക്കാതിരിക്കുക, അങ്ങനെയെല്ലാമുള്ള വളരെ വളരെ സങ്കീർണമാക്കപ്പെട്ട സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു ദുരന്തമായി പോയി യഥാർത്ഥത്തിൽ ഈ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കരിമരുന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്നുള്ളതാണ് നമുക്ക് കാണാനാവുക. അവരുടെ കുടുംബാംഗങ്ങൾ നമ്മൾ കണ്ടു. ആരൊക്കെയാണ് എന്ന് ഇപ്പോഴും പൂർണ്ണമായും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. തൻ്റെ സഹോദരൻ പോയി, അച്ഛൻ പോയി, കുടുംബാംഗം പോയി. ആരാണ്
എത്രത്തോളമാണ് കിട്ടിയ ശവശരീരം പോലും പൂർണ്ണമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നതല്ല. പൂർണ്ണമായ ശരീരം തന്നെ വളരെ അപൂർവമായിട്ടാണ് കിട്ടിയത്. ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ ഫലപ്രദമായ സന്നദ്ധ പ്രവർത്തനത്തിലൂടെ ഇപ്പോഴേതാണ്ട് സാധാരണ നിലയിലേക്ക് വരികയാണ്. അപ്പോഴും അടിച്ചമർത്തുന്ന ദുഃഖം ആ കുടുംബങ്ങൾ മാത്രമല്ല, ഇതെല്ലാം മനസ്സിലാക്കുന്ന മനുഷ്യരാകെ ദുഃഖത്തിലാണ്ട് കിടക്കുകയാണ്. ആ കുടുംബങ്ങളോടുള്ള മരണപ്പെട്ട പരിക്ക് പറ്റിയിട്ടുള്ള ആളുകളുടെയും സ്ഥിതി വളരെ വളരെ ദയനീയമാണെന്നാണ് ഔദ്യോഗികമായിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. വെന്റിലേറ്ററിലാണ് പലരും ഉള്ളത്. 90% പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് പലരെ പറ്റിയും പറയുന്നത്. ഇതെല്ലാം വെച്ചുകൊണ്ട് ആവശ്യമായ സഹായങ്ങൾ ആ കുടുംബങ്ങൾക്ക് നൽകണം. അവരുടെ വേർപാട് വലിയ ദുഃഖമാണ് കേരളത്തിനാകെ നൽകിയിട്ടുള്ളത്. മലയാളിക്ക് മാത്രമല്ല, മുഴുവൻ മനുഷ്യർക്കും നൽകിയിട്ടുള്ളത്. തൃശ്ശൂർ പൂരം ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായ പൂരങ്ങളിലൊന്നാണ്. അതിൻ്റെ തയ്യാറെടുപ്പ് ഘട്ടത്തിൽ വന്ന ഈ അപകടകരമായ അവസ്ഥ സ്വാഭാവികമായും നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ദുഃഖമാണ് നൽകിയിട്ടുള്ളത്. ഇതിനെയെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ടും നമുക്ക് രക്ഷാപ്രവർത്തനത്തിലൂടെയും ഇനി അങ്ങോട്ട് അവരുടെ ജീവിതം മുന്നോട്ടേക്ക് നയിക്കുന്ന പ്രക്രിയയിലും തീർച്ചയായും ഗവൺമെൻറ്റിനും ജനങ്ങൾക്കും എല്ലാം ഇടപെടും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അവരുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. അവർ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് ഈ വെടിമരുന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന 5 ഷെഡുകൾ കത്തി അമരുക മാത്രമല്ല, ചുറ്റുവട്ടം ഭൂമി കുലുങ്ങുന്നുണ്ടോ എന്ന രീതിയിൽ ചിന്തിച്ചു പോയവരുടെ അനുഭവങ്ങളാണ് വിശദീകരിക്കപ്പെട്ടത്. വളരെ വലിയ പ്രയാസകരമായ ഒരവസ്ഥയാണ് തൃശ്ശൂർ ജില്ലയിൽ, പ്രത്യേകിച്ച് ഈ വെടിക്കെട്ട് സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അനുബന്ധ പരിപാടി എന്ന രീതിയിൽ ഈ നിർമ്മാണ പ്രക്രിയയിൽ ഇടപെട്ടിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതിൽ CPIM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അഗാധമായ ദുഃഖം ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. കുടുംബാംഗങ്ങളും അവരെ സ്നേഹിക്കുന്ന മലയാളികളായ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള എല്ലാ മനുഷ്യരോടും ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ദുഃഖം അറിയിക്കുകയാണ്, അനുശോചനം അറിയിക്കുകയാണ്. ആ കുടുംബങ്ങളെ ഇനി അങ്ങോട്ട് ഫലപ്രദമായ രീതിയിൽ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ രീതിയിലുള്ള ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്തുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.